ഗസയിലെ ചോരപ്പാടുകൾ കൊണ്ട് കറ തീർന്നിട്ടുള്ള ഇസ്രായേലിന്റെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേല് 2026 സ്പെൻഡ് ചെയ്യുന്നത് 730 മില്യൺ ഡോളറാണ്. കഴിഞ്ഞ വർഷം ഇത് 150 മില്യൺ ഡോളറും ഒക്ടോബർ 7 അതായത് 2023 മുന്നേ ഇത് ഏകദേശം 10 മുതൽ അല്ലെങ്കിൽ 7 മുതൽ 10 മില്യൺ ഡോളർ വരെ മാത്രമായിരുന്നു എന്നുള്ളതാണ്. പബ്ലിക് ഡിപ്ലോമസി അല്ലെങ്കിൽ ഹസ്ബറ എന്ന് പറയുന്ന ഒരു പേരിലാണ് യഥാർത്ഥത്തിൽ ഇത് അറിയപ്പെടുന്നത്. 2023 ഗസ അറ്റാക്കിന് ശേഷം തെല്ലവീവിന്റെ ഇമേജ് ആഗോളതലത്തിൽ തന്നെ ഇടിയുകയും അമേരിക്കയിൽ തന്നെ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വികാരം ഉയർന്നു വരികയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെയും തെല്ലവീവിന്റെയും മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് 730 മില്യൺ ഡോളർ ഇസ്രായേൽ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ്. ഈ 730 മില്യൺ ഡോളർ കൊണ്ട് ഗസയിൽ ഉണ്ടായിട്ടുള്ള ചോരക്കറ ഇവർക്ക് തീർക്കാൻ പറ്റുമോ, മായ്ച്ച് കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ലോകം ഇന്ന് ചോദിക്കുന്ന ചോദ്യം. TRT ആണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ചുവട് പിടിച്ച് ധാരാളം റിപ്പോർട്ടുകൾ ഇപ്രകാരം വരുന്നുണ്ട്. അതായത് ഹസ്ബറ എന്ന് പറയുന്ന പബ്ലിക് ഡിപ്ലോമസി എന്ന് പറയുന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത്. അപ്പോ ഹസ്ബറ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹീബ്രു ഭാഷയിൽ ഹസ്ബറ എന്നതിന്റെ അർത്ഥം വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമുക്കറിയാം 730 മില്യൺ ഡോളർ വെച്ചിട്ട് എന്താണ് ഗസയിൽ സംഭവിച്ചത് എന്നുള്ളതിനെ ഇവർ വ്യാഖ്യാനിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ഇവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇവർ കൊടുക്കാൻ പോവുകയാണെന്നുള്ളതാണ്. മാത്രമല്ല ഇത് പ്രായോഗികമായി ഇസ്രായേൽ തന്റെ നയങ്ങളും പ്രവർത്തനങ്ങളും ലോകത്തിന് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങള് സർക്കാരിന്റെ മീഡിയ ബ്രീഫിങ്ങുകളും ഔദ്യോഗിക പ്രസ്താവനകളും, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, വിദേശ മാധ്യമങ്ങളുമായും നേതാക്കളുമായിട്ടുള്ള ഇടപെടല്, സാംസ്കാരിക അക്കാദമിക് പരിപാടികൾ. അപ്പോ സ്വാഭാവികമായിട്ട് ഇസ്രായേലില് നടന്നു വരുന്ന ഹസ്ബറ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇപ്പോൾ ശ്രദ്ധേയമാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഇവർ അലോട്ട് ചെയ്യുന്ന ബജറ്റിന്റെ സ്പൈക്കാണ്. അതായത് 7 മുതൽ 10 മില്യൺ ഡോളർ വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 150 മില്യൺ ഡോളർ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ബജറ്റ് 730 മില്യൺ ഡോളറിലേക്ക് ഉയർന്നു വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അമേരിക്കയിൽ തന്നെ ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യം ആളുകൾക്ക് കുറഞ്ഞു വരുന്നു. ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എതിർ വികാരം മറ്റു ലോകരാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അമേരിക്കയിലും ആ വികാരം ശക്തമാവുന്നു എന്ന ഇസ്രായേലിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിന്റെ പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഇത്ര അധികം ഇത്ര അധികം റേറ്റ് കൂടാനുള്ള അല്ലെങ്കിൽ ഇത്ര അധികം ബജറ്റ് കൂടാനുള്ള കാരണമായിട്ട് പറയുന്നത്. ഇതിലൂടെ എന്താണ് ഗസയിൽ സംഭവിച്ചത് എന്നുള്ളത് ഇസ്രായേലിന്റെ വെർഷൻ ആയിരിക്കും ഇവർ മുന്നോട്ട് വെക്കുക. അതായത് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ചോരക്കളിയുടെ അല്ലെങ്കിൽ ചോരപ്പാടിന്റെ കറ തീർക്കാൻ അല്ലെങ്കിൽ തെല്ലവീവിന്റെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണ് ഈ പറയുന്ന 730 മില്യൺ ഡോളർ എന്നുള്ളതാണ് TRT അടക്കം റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. കൈയൊടിഞ്ഞു പോയ ആൾക്കാര്, കൈ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാര്, കാല് നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാര്, അരക്ക് ഭാഗം താഴോട്ട് തളർന്നു പോയിട്ടുള്ള ആൾക്കാര്, അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ടുള്ള കുട്ടികള്, മക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കള്, ഒറ്റപ്പെട്ടു പോയ 4 5 വയസ്സുള്ള കുട്ടികള്, ഈ വിഭാഗത്തിന് നേരിട്ടിട്ടുള്ള ക്രൂരതകളെ മറച്ചു വെക്കാനും അതിന് ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം കൊടുക്കാനും കൂടിയാണ് ഈ ഒരു കളി എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയനെയും അതേപോലെ തന്നെ പബ്ലിക് സ്ഫിയറിൽ ഇസ്രായേലിന് ഇപ്പൊ കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്കിനെ ഒന്ന് ഉണർത്താൻ അല്ലെങ്കിൽ ആ സെറ്റ് ബാക്കിൽ നിന്നും ഒന്ന് ഉയർന്നു വരാൻ വേണ്ടിയിട്ടും ഇസ്രായേലിന്റെ മുഖത്തിന് ഒന്ന് മിനുക്കാനും വേണ്ടിയിട്ടാണ് ഇത്ര അധികം പൈസ ഇവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഈ 730 മില്യൺ ഡോളർ ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യർ കണ്ടിട്ടുള്ള വിഷ്വലിൽ നിന്നോ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നോ ഒന്നും മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെ മായ്ച്ചു കളയാനാവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത്. അതിന്റെ റീസൺ ആയിട്ട് ഗസയിൽ ഒരു ചോരക്കളി നടത്തിയതിനു ശേഷം അടുത്തതായിട്ട് കാലെടുത്ത് വെച്ചേക്കുന്നത് ലെബനോനിലാണെന്നുള്ളതാണ്. ഹിസ്ബുള്ളക്ക് നേരെയുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് എഗെയിൻ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസ് ജീവിക്കുന്ന ഗ്രാമങ്ങളിലേക്കാണെന്നുള്ളതാണ്.
ഇവരുടെ യെല്ലോ ലൈൻ വെച്ചിട്ട് ഏകദേശം ഇസ്രായേലിന്റെ അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്ററോളം ഉള്ളോട്ട് മാറിയിട്ടാണ് ഇവരിപ്പോ വരച്ചിട്ടുള്ള യെല്ലോ ലൈൻ. ഇത് തന്നെ ലെബനോനിലുള്ള പല ഗ്രാമങ്ങളിലൂടെയാണ് ഈ യെല്ലോ ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഗസയിലടക്കം ഈ യെല്ലോ ലൈൻ കടന്നു പോകുന്ന ആൾക്കാരെ വെടിവെക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ ഉണ്ട്. ഇവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഇവരുടെ അക്കൗണ്ടും നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്രായേലിൽ നടക്കുന്നത്, എങ്ങനെയാണ് വെസ്റ്റ് ബാങ്കിൽ അടക്കം സെറ്റിലേഴ്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സെറ്റിലേഴ്സിന്റെ അറ്റാക്ക് വെസ്റ്റ് ബാങ്കിൽ അടക്കം നടക്കുന്നത്, അതിനെങ്ങനെയാണ് IDFും ഇസ്രായേലിന്റെ ഫോഴ്സും സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ഡീറ്റെയിലുകളെല്ലാം, ഈ റിയാലിറ്റികളെല്ലാം $730 മില്യൺ വെച്ചിട്ട് മറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മായ്ച്ച് കളയാൻ പറ്റുമോ, എത്രത്തോളം അതിനൊരു തിരശീലക്ക് പുറകിൽ നിർത്താം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത്.